സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വരട്ടെ വരട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഈ ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നല്ലേ. ആദ്യ അർത്ഥം മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. ആ ചിരിക്ക് ഇനിയും അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അല്ല, എൻ്റെ അടുത്തുള്ള വിവരം ഇതിപ്പോൾ പറയേണ്ടതല്ലോ. ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്ക് ഉള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. ഈ പറഞ്ഞത് പിണറായിയുടെ ഒളിയമ്പാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് കുഴുക്ക് കൂടുതൽ മുറുകുകയാണോ? പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം എല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത് ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമോ? ഈ വിഷയത്തിൽ ഇതുവരെ പിൻവാങ്ങി നിന്നിരുന്ന CPM നേരിട്ട് കളത്തിലിറങ്ങുകയാണോ? മുഖ്യമന്ത്രിയുടെ പരിമിതവും കൃത്യവുമായ വാക്കുകളിലുള്ള മറുപടിയിൽ എല്ലാം ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. CPM രംഗത്തിറങ്ങാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന്റെ ഈ വെല്ലുവിളിയാണ്. പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അതായത് മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ CPM-ന്റെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അതിന്റെ ഭാഗമാണ് പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. DGP-ക്കും വിവിധ സ്റ്റേഷനുകളിലും മുഖ്യമന്ത്രിക്കും കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇത്രയും നാൾ കേസില്ലല്ലോ എന്ന് പറഞ്ഞ കോൺഗ്രസിന് ഇനി അത് പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് CPM-ന്റെ നീക്കം. ആരോപണം ഉന്നയിച്ച സ്ത്രീകളിൽ നിന്ന് നേരിട്ട് പരാതികളൊന്നും കിട്ടാതെ കേസെടുക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി. പാർട്ടിയും നിയമവിദഗ്ധരുമായി ആലോചിച്ചു. കേസെടുക്കാമെന്നാണ് നിയമവിദഗ്ധർ നൽകിയ മറുപടി. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ചാറ്റുകളും ഫോൺ സംഭാഷണവും കേസെടുക്കാൻ മതിയായ തെളിവുകളാണെന്നാണ് കിട്ടിയ നിയമോപദേശം. മാത്രമല്ല, കൊല്ലാനാണെങ്കിൽ ഒരു നിമിഷം മതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് ഗുരുതരമായ കാര്യമാണ്, വധഭീഷണിയാണ്. ഇക്കാര്യം മുഖ്യമന്ത്രിയും ഇന്ന് സൂചിപ്പിച്ചിരുന്നു. ചാറ്റുകളുടെയും ഫോൺ സംഭാഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ സൈബർ സെല്ലും കേസെടുക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതിയുണ്ട്. ഇതിലൊക്കെ തുടർ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ടും സർക്കാർ ഇനിയും നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം CPM-ലും മന്ത്രിസഭയിലും ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി കേസിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രി DGP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിനെതിരെ നിയമ നടപടിയിലേക്ക് സർക്കാർ പോകാത്തത് CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായതുകൊണ്ടാണെന്നുള്ള നറേറ്റീവും ചില കോൺഗ്രസ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അത്തരം നറേറ്റീവുകളുടെ മുനയൊടിക്കുകയും CPM-ന്റെ ലക്ഷ്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി കോൺഗ്രസിന് ദോഷം ചെയ്തെന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ സൈലന്റ് ആയിരുന്ന CPM-നെ രംഗത്തിറക്കാൻ മാത്രമാണ് ഇത് സഹായിച്ചതെന്നാണ് വിലയിരുത്തൽ വരുന്നത്, അഭിപ്രായമുയരുന്നത്. മാത്രമല്ല, കോൺഗ്രസ് MLA-ക്കെതിരെ ഉയർന്ന പെണ്ണ് കേസിന് ബദലായി മറ്റൊരു പെണ്ണ് കേസ് കൊണ്ടുവരുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. സതീശൻ പറഞ്ഞതിന് പിന്നാലെ BJP നേതാവ് C കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല സതീശൻ ഉദ്ദേശിച്ചത് എന്നാണ് K മുരളീധരൻ ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തിയത്. ആ തിരുത്തൽ വരുത്തിയത് തന്നെ നേരത്തെ പറഞ്ഞ അതൃപ്തിയുടെ സൂചനയാണ് എന്നാണ് പറയപ്പെടുന്നത്. സർക്കാരിനെതിരായ അഴിമതി ആരോപണമാണ് കോൺഗ്രസ് പുറത്തുവിടുക എന്നാണ് മുരളീധരൻ പറഞ്ഞത്. മുരളിക്ക് മാത്രമല്ല, ഷാഫി പറമ്പിലിനും സതീശന്റെ വെല്ലുവിളിയുടെ കാര്യത്തിൽ അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. വെല്ലുവിളിച്ചത് കൂടുതൽ കുഴപ്പമായെന്ന നിലപാടാണ് ഷാഫിയുമായി അടുത്ത് നിൽക്കുന്നവർ പങ്കുവയ്ക്കുന്നത്. രാഹുലിനെതിരായ നടപടി പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിൽ ഒതുക്കിയത് ഷാഫിയുടെ ബുദ്ധിയായിരുന്നു, പ്ലാനായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയത് ഷാഫിയാണെന്നാണ് അടക്കം പറച്ചിൽ. ഇതോടെയാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് VD സതീശന് പിന്നോട്ട് പോകേണ്ടി വന്നത്. ഷാഫിയുടെ ഈ പണിക്ക് സതീശൻ നൽകിയ മറുപണിയാണോ ഈ വെല്ലുവിളി ആക്ഷൻ എന്നാണ് ഷാഫി ക്യാമ്പ് സംശയിക്കുന്നത്. എന്തായാലും രാഹുലിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ കാര്യത്തിൽ നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് കോൺഗ്രസിനകത്ത് തന്നെ കറങ്ങി നടക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ഞാൻ പങ്കുവയ്ക്കാം.
രാഹുലിനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയും അബിൻ വർക്കിയുമാണെന്നാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാലക്കാട് സീറ്റ് വീണ്ടും തരപ്പെടുത്താൻ ഷാഫി പറമ്പിൽ തന്നെ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് മറ്റൊരു നറേറ്റീവ് ഉള്ളത്. ഇതിന് യൂത്ത് കോൺഗ്രസിലെ ചില വനിതാ നേതാക്കളും സഹായിച്ചു എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി വെച്ചോണ്ടിരുന്നാൽ തനിക്ക് പണിയാകുമെന്ന് മനസ്സിലാക്കിയ വി.ഡി. സതീശൻ നടത്തിയ കരുനീക്കമാണത്രേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും മുമ്പ് ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നതാണ് സതീശന്റെ തന്ത്രമെന്നും കോൺഗ്രസിലെ പാണന്മാർ പാടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ മകളെപ്പോലെ കാണുന്ന റിനി ആൻഡ് ജോർജ് തന്നെ രംഗത്തിറങ്ങിയത് എന്നാണ് പ്രചാരണം. എന്നാൽ ഈ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് റിനി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊപ്പം പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രം പങ്കുവച്ചാണ് റിനി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട്. ഈയിടെ എനിക്കും അത്തരമൊരു അനുഭവമുണ്ടായി. സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എന്നാൽ അതിന് പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത്. ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉള്ളിൽ എരിഞ്ഞ ഒരു നെരിപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചിഴച്ച് ഗളഹസ്തം ചെയ്യുന്നവരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചിലപ്പതികാരം വായിക്കുക. എൻ്റെ വാക്കുകൾ എൻ്റേത് മാത്രമാണ്. ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ വർക്കൗട്ട് ആവുകയില്ല. അങ്ങനെയാണ് റിനി പറയുന്നത്. അതായത് വി.ഡി. സതീശനെതിരെ ഉയരുന്ന എല്ലാ ഗൂഢാലോചന ആരോപണങ്ങളും റിനി തള്ളിക്കളയുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ തിരികൊളുത്തിയത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. രാഹുലിന്റെ സ്വഭാവത്തിൽ സഹികെട്ടവർ തന്നെയാകാം ഇതിന് പിന്നിൽ. രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. ഇത് തന്നെയാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട പോസ്റ്റുകളിലൂടെ സൂചിപ്പിച്ചത്. അതായത് പാർട്ടിക്കാർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന നറേറ്റീവ്. കോൺഗ്രസിൽ ഉയർന്ന ഇത്തരം ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പിന്നീട് പാർട്ടി അതിർത്തി കടന്ന് ഇടത് സൈബർ ഹാൻഡിലുകളിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴും CPM പാർട്ടി എന്ന നിലയിൽ ആ ആരോപണത്തെ ഓൺ ചെയ്തില്ല. പിന്നീട് കെട്ടടങ്ങിയ ആരോപണം റിനിയുടെ തുറന്നു പറച്ചിലൂടെ കത്തിക്കയറുകയായിരുന്നു. എന്നിട്ടും ഒറ്റതിരിഞ്ഞ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ CPM പാർട്ടി എന്ന നിലയിൽ ആരോപണം ഏറ്റെടുത്തില്ല. സമരങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് യുവജന സംഘടനയായ DYFI ആണ്. അതാണ് സതീശന്റെ വെല്ലുവിളി വന്നതോടെ CPM നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ സതീശന്റെ വെല്ലുവിളി അനവസരത്തിലായി പോയെന്നാണ് രാഷ്ട്രീയം സൂക്ഷ്മമായി നോക്കിക്കാണുന്നവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ ചാനലിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.